ഗൈസ്, അപ്പോൾ ഡ്രാഗൺ ഡോർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഗെയിം നമ്മൾ വന്നിരിക്കുകയാണ് ഗ്രാനി. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 3 ആണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കളിക്കുകയാണ്, നമ്മൾ പ്രാക്ടീസ് കൂടെ തന്നെയാണ് കളിക്കുന്നത്. ഞാനിത് നേരത്തെ കളിച്ചിട്ടുണ്ട്. ഒളിച്ച് കുറച്ചെടുത്തിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഡേ 1. ഓ ഞാൻ വിചാരിച്ചോണ്ടിരിക്കേണ്ടത് നമ്മൾ ജയിലിലാട്ടോ വരണേ. നമ്മൾ ജയിലിലാട്ടോ വന്നെ. ലോക്ക് പിക്ക് എടുക്കണം. ഞാനിതൊന്ന് നടുക്കേക്ക് വെക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഓക്കെ. ഓ, ഈ സാധനം എടുക്കാനാണ് പാട്. ഓക്കെ, അല്ല, ഓ അതിനു മുമ്പ് നമുക്ക് ഇവിടെ പോകണം. ഓ, ഇതിൻ്റെ തുടങ്ങി ഇതിൻ്റെ ഇത്. ഓക്കെ, ഞാനിത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ അത് എന്തോ പറ്റി, അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ കാണുമ്പോൾ മറ്റേ സാധനം കാണാനുള്ള, വീഡിയോ കാണാനുള്ള. ഇവിടെ ഒന്നും ഒരു കുന്തോ ഇല്ലേ. പിന്നെ എന്തിനാ ഈ സ്ഥലം ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ ഇവിടെ. ഓക്കെ, നമുക്കിതിൻ്റെ ഇനി ഇതിലാണെങ്കിൽ 2 എസ്കേപ്പാണുള്ളത്. ഒന്ന് ട്രെയിൻ എസ്കേപ്പ്, ഒന്ന് മെയിൻ ഗേറ്റ് എസ്കേപ്പ്. അല്ല, മെയിൻ ഗേറ്റ്. അത് നമ്മുടെ സ്കെലിട്ടൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. ഓ, ചേട്ടൻ്റെ അടുത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. നമ്മൾ സാധാരണ ചെയ്യാറുണ്ടോ? അല്ല, നമ്മളിപ്പം മിക്ക ഗ്രാനി ഗെയിംസിൽ നമ്മളിങ്ങനെ ചെയ്യണം. എല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഫ്രണ്ടിൽ കൂട്ടിയിട്ടല്ലേ ചെയ്യണേ. എന്നാൽ പിന്നെ അതേപോലെ തന്നെ ഇപ്രാവശ്യം ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന എസ്കേപ്പ് മെയിൻ ഗേറ്റ് ആണ്. ഗേറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മെയിൻ ഗേറ്റ് നമുക്ക് ആവശ്യമുള്ളത് ഷെഡ്ക്കി വേണം. ഷെഡ്ക്കിയിലാണ് ജനറേറ്റർ ഉള്ളത്. ജനറേറ്റർ കേബിൾ എടുത്ത് ഷെഡ്ക്കിയിൽ വെച്ചാലേ കറണ്ട് ഓൺ ആവുള്ളൂ. എന്നാലും നമുക്ക് ആ പാലം പോയിട്ട് ആ ഗേറ്റ് തുറക്കാൻ പറ്റുള്ളൂ. ഗേറ്റ് ഇലക്ട്രിക്കാന്നേ. ഈ എനിക്ക് എന്തിനാ ഗേറ്റ് ഇലക്ട്രിക് ആക്കി വെച്ചത്? ഇപ്പോൾ 2 നില കഴിഞ്ഞു. നമ്മൾ 2 നില നോക്കി കഴിഞ്ഞു. എന്തൊരു തേങ്ങ പോലും കിട്ടിയിട്ടില്ല. ഓ, ഷെഡ്ക്കി കിട്ടി. ആവശ്യമായിരുന്നു ഷെഡ്ക്കി നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓ, ഇനി ഇത് തുറക്കണോ? ഇനി എന്തിനാ ഈ ലോക്കിപ്പിക്ക്? എന്തിനാ? ഞാൻ ഇതുവരെ ആയിട്ടും കുറേ പ്രാവശ്യം ഞാൻ ആയിട്ടുണ്ട് ഈ ലോക്കിപ്പിക്ക് എന്തിനാണ്. ഈ വാതിൽ ചുമ്മാ തുറക്കണ്ടതിന് ഇപ്പം കണ്ട ലോക്കിപ്പിക്കും കുന്തമൊക്കെ കൊണ്ടുവച്ച് വെക്കുക. പിന്നെ കാക്കയുടെ അടുത്ത് എന്താ നോക്കണമല്ലോ. കാക്ക ചേച്ചി, സുഖല്ലേ? ഓ, ജനറേറ്റർ കേബിള്. ഇത് വുഡ് ഇരിക്കണു. എല്ലാം ഇപ്പോൾ കിട്ടിയാ. നമുക്കിതെന്തായാലും ഷെഡ് എവിടെയാണോ? ഷെഡ് എവിടെയായിരുന്നു സത്യത്തിൽ? ഇവിടെയാണോ? അല്ല, അപ്പോൾ പിന്നെ അപ്പുറത്ത് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഷെഡിൻ്റെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടാം. ഇതിനൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എടാ, ഈ അതേയിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഷെഡിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ഫയർവുഡ് ഇവിടെ നിന്നൊക്കെ താഴേക്കാണ് ഞാൻ ചത്തു. പിന്നെ കല്ല് പെറുക്കണം കേട്ടോ. നമുക്ക് കല്ല് പെറുക്കിയിട്ട് വെപ്പണിക്ക് വെച്ച് അടിക്കാനൊക്കെ ഉള്ളതാണ്. ചേട്ടാ, ഇതെന്ത്? ആ, ഓക്കെ. എന്താണത്? എവിടെ ഇവന് സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ച് ഇവൻ ഏറ്റവും കൂടുതൽ എടുക്കണേ സൗണ്ട് എഫക്റ്റാണ്. ഈ സൗണ്ട് എഫക്റ്റ് ഇല്ലാണ്ട് ഇവന് ഒരു കളി നടക്കില്ലെന്ന് തോന്നുന്നു. എനിക്കിനി തോന്നുന്നു ഇവിടെ എന്നുള്ളത്. ഇവിടെ സേഫ്റ്റി അല്ലേ? സേഫ്റ്റിയാണ്. ഇത് പ്രാക്ടീസ് മോഡാണ് കളിക്കണേന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഈ കൈ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഈ സൈഡിലാണ് ജോയിസ്റ്റിക്ക്, ലെഫ്റ്റ് സൈഡിലാണ് ജോയിസ്റ്റിക്ക്. ഈ ജോയിസ്റ്റിക്ക് അനക്കുമ്പോൾ സമയത്ത് ഈ കൈയിനകത്ത് കാണും. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുമില്ല. നമ്മുടെ ഈ അപ്പാപ്പൻ്റെ ഏത്
വായി കൊണ്ടുവന്ന് ഇട്ടേക്കണേ. ഇവനിതൊക്കെ ഒരു സ്ഥലത്ത് ഇട്ടാൽ പോലെ. അതിൻ്റെ ഒരു മാപ്പ് എഴുതി വെക്കണം, ഇത് ഇന്ന സ്ഥലത്താണെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ മെയിൻ ഗേറ്റിന് മറ്റേ സാധനമില്ല. അയ്യോ, നമുക്ക് ഈ ഫയർ അവിടെ കൊണ്ട് ഇടാൻ പാടില്ലെന്നോ. പക്ഷെ ഞാനെന്ത് മണ്ടനാ, ആ വഴി കൂടെ വന്ന് എന്നിട്ട് ഫയർ അവിടെ ഇടാൻ പറ്റില്ല, വുഡ് അവിടെ ഇടാൻ പറ്റില്ല ഈ വാഴ. ഓക്കെ, നമ്മളങ്ങനെ ഫയർ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാച്ചസ് വേണം. ഞാനും വിചാരിച്ചത് എന്തോ ഒരെണ്ണം മിസ്സിങ് ആണല്ലോ എന്ന്. ഫയർ കത്തിക്കാൻ വേണ്ടി എന്തോ വേണം. ഇത് നമുക്ക് പുറത്തേക്ക് പോണതിന് മുമ്പ് ഇവിടേക്ക് വരണ്ടേ. ഇവിടെ കുറേ സാധനങ്ങൾ. അതെ, ഇവിടെ നിന്ന് മിക്കവാറും വെപ്പണിക്ക് കിട്ടുമായിരിക്കാം. യെസ് സാർ, നമ്മൾ ഗ്രാനി 3 ദേ ഇളനീര്, കോക്കനട്ട്. ഇനിയിപ്പോൾ ഈ ഇവിടുന്ന് ഒരു കുന്തം കിട്ടുമെന്ന് എനിക്കൊന്നല്ല. കാരണം ഇപ്പോൾ ആവശ്യമുള്ള 2 കിട്ടി. പക്ഷെ ഇളനീരിൽ നിന്ന് മറ്റേ കോയിനാ കിട്ടണമെങ്കിൽ നമ്മൾ മൂഞ്ചി. കാരണം കോയിന് ആവശ്യമില്ലല്ലോ നമുക്ക്. നമ്മളിപ്പോൾ മറ്റേ എസ്കേപ്പല്ലേ ചെയ്യണേ, അതിൻ്റെ പേരെന്നാ, മെയിൻ ഗേറ്റ് എസ്കേപ്പ്. ഇവിടെ ഒരു കുന്തമില്ലല്ലോടാ. നമുക്കെന്തായാലും ഇപ്പോൾ ഇളനീര് അല്ല, ഈ വെപ്പണിക്ക് തന്നെ ഇവിടെ വെപ്പണിക്ക് ഒരു മിനിറ്റ്, നമുക്ക് വെപ്പണിക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ഇളനീര് കൂട്ടാം. അതെവിടാ ഇളനീര് നമുക്ക് പൊട്ടിച്ചിട്ട് പിന്നെ വെപ്പണിക്ക് എടുത്തുകൊണ്ട് പോയിട്ട് ആ സാധനം അടിച്ചിടണം. ആദ്യം ഇവിടുന്ന് കല്ല് പെറുക്കട്ടെ. നമ്മൾ പണ്ട് ഒരു കല്ല് പെറുക്കിയാണ്, നിങ്ങൾക്കറിയാം. ശരിക്കും അവിടെ കുമ്പ് ഇതിപ്പോൾ എടുത്തിട്ട് വലിയ കാര്യമുണ്ടോ? ഇവിടെ തന്നെ ഇട്ടേക്കാം. നമുക്കൊരു ഷെഡ് തുറന്നിട്ട് അതിനകത്തുനിന്ന് ടെഡി കിട്ടും. ഇതിനകത്തുനിന്ന് ചിലപ്പോൾ മറ്റേ സിലിണ്ടറിനിക്ക് ടെഡി കൊണ്ട് കൊടുക്കണം. അല്ല, ടെഡി അല്ല, പ്ലാങ്കാ കിട്ടിയ പ്ലാങ്ക്. ഓക്കെ, പ്ലാങ്ക് കിട്ടി. മാച്ചസ് കിട്ടി. അപ്പോൾ ഇനി ഞാൻ ഇന്ന് കത്തിച്ചിട്ട് അല്ല ശരി, എന്തിനാ കാക്കേനെ കത്തിച്ചിട്ട് ഇത് വർക്കാവും. ഉണ്ടാം. ഇലക്ട്രിസിറ്റി വരുത്തണമെങ്കിൽ നമുക്ക് മുകളിൽ പോകണം. ഇത് നമുക്ക് ആദ്യം കൊണ്ട് വെച്ചിട്ട് വീണ്ടും താഴേക്ക് വന്നിട്ട് കാക്കേനെ കത്തിക്കാനുള്ള സാധനം എടുത്തിട്ട് കാക്കേനെ കത്തിച്ചിട്ട് ജനറേറ്റർ കേബിൾ എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് വെച്ചിട്ട് ഫ്യൂസ് വേണം. അയ്യോ, ഫ്യൂസിന് എവിടെ നിന്ന് കിട്ടണേ? ഇതെങ്ങോട്ടാണ്? ഇവിടെ ഫ്യൂസ് വെക്കണം. ഇവിടെ നിന്ന് ചിലപ്പോൾ ഞാൻ പറയാം ബ്രിഡ്ജ് ക്രാങ്ക് ആയിരിക്കും കിട്ടണേ. ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടിയാൽ നമുക്ക് ആ ബ്രിഡ്ജ് താഴേക്ക് ഇടാൻ പറ്റും. ഇത് ഞാൻ പുതിയ ഒളിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. അതേ കാരണം പറഞ്ഞില്ലേ ഞാൻ ബ്രിഡ്ജ് ക്രാങ്കേ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടിയാൽ പകുതി പണി കഴിഞ്ഞു. കാരണം ഈ ബ്രിഡ്ജ് ക്രാങ്ക് കിട്ടാനാണ് പാട്. ഇനി പെഡ്ലോക്ക് വേണം. കളി മനസ്സിലായി. നമ്മൾ ഈ ടെഡി കിട്ടണേ എവിടെന്നാ കിട്ടണേ? ടെഡി എവിടെന്നെങ്കിലും കിട്ടിയാൽ ഉറപ്പാണ് നമ്മൾ കളി ജയിച്ചു. കാരണം ടെഡി കിട്ടുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ ടെഡി കൊണ്ടുവന്ന് സിലിണ്ടറിലേക്ക് കൊടുത്താൽ സിലിണ്ടറിനെ നമുക്ക് മറ്റേത് തരും, മറ്റേ പെട്ലോക്കി വെച്ചിട്ട് മറ്റേ സാധനം തുറക്കണം. ഈ ടെഡി നമ്മൾ കാറിൻ്റെ ബാക്കിൽ നോക്കിയില്ലല്ലോ. കർത്താവേ, ട്രെയിനിക്കാ എനിക്കെന്തിനാ തിന്നാനാ? എൻ്റെ ഒരു കൈ നിങ്ങൾക്ക് കുഴപ്പമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഗേറ്റ് താഴുക. ഗേറ്റ് തന്നു. ഇനി ബാക്കോട്ട് നടന്നു പോകണം. ഇത് നമ്മളെവിടെ ഈ വീട് തപ്പാനുള്ളത്? കോയിനിട്ടിട്ട് കാര്യമില്ല. സംതിങ് ഈസ് മിസ്സിങ് ഹിയർ. അതാ ജനറേറ്റർ കേബിളാ. ഇതേ ഒരു കല്ല്. ഈ വീട്ടിലാണ് ഏറ്റവും കല്ലിന് ക്ഷാമമുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിൽ കല്ല് വെറുതെ കിടപ്പുണ്ടെങ്കിൽ ഒന്ന് പറയണം, ഈ വീട്ടിലേക്ക് കൊടുക്കാനാണ്. ഇത്
ഓ ഓക്കെ ഓക്കെ. ചില സമയത്ത് ഇത് മറ്റേ ഇതാവും കേട്ടോ, ഹാങ് ആവും. കാരണം ഞാൻ ആൻഡ്രോയിഡ് ഫോണിലാണ് കളിക്കുന്നത്, അതുകൊണ്ടാട്ടോ. ഓക്കെ സെറ്റ്. അല്ല ഇത് എങ്ങോട്ടാ പോണേന്? എൻ്റെ പൊന്നെ ഞാൻ എങ്ങോട്ടാ ഈ പോണേ? എനിക്ക് ഒരു വെളിവുമില്ല. ഇവിടേക്ക് വണ്ടേന് വേറെ ഏതോ വായിലേക്ക് വരും. ഇതിവിടെ കിടന്നിട്ട് അപ്പോൾ കാക്ക കത്തി കരിഞ്ഞ് കാക്കയുടെ മൂട്ടിൽ നമ്മൾ തീയിട്ടു. നമുക്ക് മുകളിൽ പോയിട്ട് കാക്കയുടെ എടുത്തിട്ട് നമുക്ക് നേരെ താഴേക്ക് വന്ന് നമ്മൾ മറ്റേ റൂം നോക്കിയില്ല. മറ്റേ ആ മോളിൽ നിന്ന് വന്ന റൂം, അവിടുന്ന് ക്രൗബാർ. ഈ ക്രൗബാർ എങ്ങനെ പോണേ? എടാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ക്യാമറ ഞാൻ എടുത്ത് മാറ്റുക. മറ്റേ സ്ക്രീൻ അനക്കുന്ന സമയത്ത് ഈ എൻ്റെ ഫേസ് ക്യാമില്ലേ അതെടുത്ത് മാറ്റുക. എന്തായാലും നമുക്ക് താഴേക്ക് പോകണമല്ലോ, നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ പോകാം. ഓ കാലൊടിഞ്ഞവൻ്റെ. ഇവിടെ ഇനി എന്നാ ഒരു കുന്തവും ഇല്ല. പിന്നെ എന്തിനേയും ഇവിടെ ചാടിയ ഞാൻ വിചാരിച്ച എന്തേലും സാധനം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചാടിയത്. അല്ലാതെ ചാടില്ലായിരുന്നു. എനിക്ക് വേറെ പണി പണിയുണ്ട് നല്ല പണി പറയുമ്പോൾ വെപ്പണിക്ക് എടുത്ത് നമ്മളത് പൊട്ടി. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു, എവിടേക്കോ നോക്കാതിരിക്കുന്നുണ്ട് ഞാൻ. അതെവിടെയാണെന്ന് എനിക്കൊരു ഇത് വന്നില്ല. വീട് ഫുള്ള് ചുറ്റിക്കറങ്ങി, പ്ലാങ്ക് കിട്ടി. പിന്നെ വേറെ എന്താ വേണ്ടേ? നമ്മളിത് കൊടുത്താൽ മറ്റേ ഇതാവും. ഇത് ഓണാക്കിയാൽ ഇനിയിപ്പോൾ നമുക്ക് മറ്റേത് വർക്കാക്കാൻ പറ്റും. ഇത് മറ്റേ എലവേറ്ററില്ലേ അത്. എലവേറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വല്ലതും കിട്ടുമോ? എനിക്ക് കാറിൽ കയറി ഒളിക്കാൻ പറ്റുമോ? കാറിലൊക്കെ കയറി ഒളിക്കാൻ പറ്റുമായിരുന്നെങ്കിലേ. ട്രെയിനിക്ക് ഇതേതാ സ്ഥലം? ഇതേ സ്ഥലം. ഇതാണ് മെയിൻ ഗേറ്റ്. ഇത് നമ്മളെവിടെ നോക്കാനുള്ളത്? നമുക്ക് വീട് ഒന്നുകൂടെ ചുറ്റിക്കറങ്ങിട്ട് വന്നാലോ? അല്ല നമ്മളിവിടെ നോക്കിയില്ലല്ലോ. ഇവിടെ നോക്കിയായിരുന്നോ? എനിക്ക് എന്തോ ഒരു ഡൗട്ട്. ഞാൻ ക്യാമറ വലിക്കുക. ഞാൻ ഈ ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഒരിക്കലും കിട്ടേണ്ട സാധനമാണ് ഈ ക്രൗബാർ. എനിക്ക് ഇതിലായിട്ടും കിട്ടില്ല. എടാ അവിടുത്തെ ചില്ല് തുറക്കാം. ഒയ്യോ നമ്മൾ വലിയൊരു പൊട്ടത്തരം ചെയ്തു. നമുക്ക് വെപ്പണിക്ക് കിട്ടിയില്ലായിരുന്നോ? ആ വെപ്പണിക്ക് വെച്ച് നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ട്രെയിനിൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു തുറക്കാത്തൊരു ഡോറില്ലേ, അവിടെ നമുക്ക് മറ്റേ ഈ വെപ്പണിൻ്റെ ഈ സാധനം വെച്ച് അടിച്ചിട്ട് അത് തുറക്കണം. വെപ്പണിൻ്റെ സാധനം വെച്ചല്ലെങ്കിൽ മറ്റേ ഇത് വെച്ച് തുറക്കാനും പറ്റും, തോക്ക് വെച്ചാലും പറ്റും. പക്ഷെ നമുക്ക് നമുക്ക് തോക്കില്ലല്ലോ, കാരണം ഗ്രാൻഡ് പി ഉണ്ടെങ്കിലും തോക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരെ ഇത് കുറച്ച് അടിച്ചിട്ട് ചിലപ്പോൾ ക്രൗബാർ അവിടെയാ. കാരണം ക്രൗബാറാണ് അവിടെ നിന്ന് ലോക്കായി കിടക്കണേ. ചിലപ്പോൾ അവിടെ നിന്ന് ടെഡ് കിട്ടിയാൽ പെഡ്ലോക്ക് കിട്ടും. പെഡ്ലോക്കിയുടെ ഉള്ളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഫ്യൂസ് ഇടണേ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇത് ഞാൻ ചിലപ്പോൾ ജയിക്കും, ഉറപ്പാ. ഞാൻ പറഞ്ഞില്ലേ ഇത് കിടക്കണു. ഞാൻ പറഞ്ഞില്ലേ സേഫ്. ആദ്യം ഈ ക്രൗബാർ സേഫ്. ഓക്കെ, ആദ്യം നമുക്ക് സേഫ് പോയി തുറന്നിട്ട് വരാം. സേഫ് പറഞ്ഞല്ലോ, സേഫ് തുറന്നിട്ട് വന്നിട്ട് ക്രൗബാർ എടുത്ത് 2 സ്ഥലത്ത് അടിക്കാനുണ്ട്. അത് താഴെ ഇവിടെ നമ്മൾ കണ്ടില്ലായിരുന്നോ താഴെ, പിന്നെ മറ്റേ മുകളിലും ഏറ്റവും മുകളിൽ സിലിണ്ടറിൻ്റെ ആ ഒരു അങ്ങനെ പറയണ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അത് മാത്രമേ എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഫ്യൂസ് കിട്ടുമായിരിക്കും, പറയാൻ പറ്റില്ല. ഗൈസ് നമുക്ക് നോക്കാം. 3, 2, 1. യെസ്, വി ഗോട്ട് ഇറ്റ്.
യെസ് യെസ്. വാ ഗൈസ്, നമ്മൾ അപ്പോൾ ഇന്ന് എസ്കേപ്പ് ആട്ടോ. നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്, കാരണം ഞാൻ ഇതുവരെയായിട്ടും എനിക്ക് എസ്കേപ്പ് ആവാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഞാൻ എസ്കേപ്പ് ആവാൻ പോണേ, അത് കളിച്ചിട്ടുണ്ടെന്നല്ലാതെ. നോക്കോട്ടോ, 3, 2, 1 നമ്മൾ ഗേറ്റ് തുറക്കാൻ പോണേ. 3, 2, 1 സ്റ്റാർട്ട്. യെസ് യെസ്. അപ്പോൾ ഗൈസ്, ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. സേഫിൻ്റെ ഉള്ളിൽ ഫ്യൂസ് ഉണ്ടായിരുന്നു. ഫ്യൂസ് വെച്ച് നമ്മൾ അത് വെച്ചു. ഇത് നമുക്ക് നേരെ പുറത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് എസ്കേപ്പ് ആകാൻ പോകുന്നത്. നമ്മുടെ ഗേറ്റ് തുറന്നിട്ടുണ്ട്. യോ, കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഗ്രാനി 3യും സിലിണ്ടറിനെ കാണാൻ നമ്മൾ മറന്നു കേട്ടോ. ടെഡി കിട്ടിയില്ല, അതാണ് നമ്മുടെ ഒരു ഇതായി പോയത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്രാനി 3യും എസ്കേപ്പ് ആയിരിക്കുകയാണ്. ഗ്രാനി 3യിൽ ആദ്യത്തെ എസ്കേപ്പാണ്. നമ്മൾ ആദ്യമായിട്ട് കളിച്ചു ആദ്യത്തെ എസ്കേപ്പ് നടത്തി. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു എസ്കേപ്പും കൂടെ വരുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടും വരും, കാരണം ട്രെയിൻ എസ്കേപ്പ് ആണല്ലോ. ട്രെയിൻ എസ്കേപ്പ് അടുത്ത് എന്തായാലും വരും. ട്രെയിൻ എസ്കേപ്പിന് ഒരു കുറേ സമയം എടുക്കും, കാരണം ഞാൻ ഇതുവരെയായിട്ടും ട്രെയിൻ എസ്കേപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.